കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് പിള്ളെ. വെൽക്കം ടു പ്രസ്റ്റീജ് ആൻഡ് ഡിഷ് ഗോൾഡ് കോ പ്രസൻസ് ഒന്നൊന്ന് രുചി. റിഫ്രഷ്മെന്റ് പാർട്ണർ ഈസ്റ്റി, ബ്രേക്ക്ഫാസ്റ്റ് പാർട്ണർ മേജർ ഫുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് പാർട്ണർ പിറ്റാപ്പള്ളി ഏജൻസീസ്. നമസ്കാരം, ഒന്നൊന്ന് രുചിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും നമുക്കൊരു അതിഥിയുണ്ട്. ഇന്നത്തെ അതിഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അതിഥികളോട് ആകുമ്പോൾ നമുക്ക് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അപ്പം നല്ലൊരു ഗായകനാണ്, യുവഗായകൻ എന്ന നിലയിൽ തിളങ്ങി വരുന്ന സി കേരളത്തിലെയൊക്കെ ഫാമിലിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആലപ്പുഴക്കാരൻ സുദർശൻ. വരൂ. നമസ്കാരം. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ പാട്ടൊക്കെ നമ്മൾ റിയാലിറ്റി ഷോ മുതൽ കാണുന്നതാണ്. അപ്പം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ എന്തോ ഒരു റെസിപ്പി ഇന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കാന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ഇന്നത്തെ റെസിപ്പി? എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇഞ്ചിക്കറിയാണ്. ഓണമൊക്കെ കഴിഞ്ഞ്, പക്ഷെ കുഴപ്പമില്ല, ഓണം കഴിഞ്ഞാൽ ഇഞ്ചിക്കറി എത്ര കറിക്ക് തുല്യമാണ്? 101 കറിക്ക്. അപ്പൊ അതുകൊണ്ട് എപ്പോ വേണേലും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ വന്നതല്ലേ, അപ്പൊ ഒരു പാട്ട് പാടിയത് തുടങ്ങി. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി നിനവിൻ മരന്ത ചഷകം നിനവിൻ മരന്ത ചഷകം നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി. ധ്വനിയിലെ ഒരു അസാധ്യമായ ഗാനം. പിന്നെ ഈ ഒരു ഇഞ്ചിക്കറി കഴിച്ച ഫീലായി. ബുക്ക് ചെയ്ത വീട്ടിലേക്ക് വെച്ച് എന്ത് കുഴപ്പം പറ്റിയാലും അല്ല, ഒരു ഷോയിൽ ആദ്യമായിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷെ അങ്ങനെയുള്ള ടെൻഷൻ, എത്രയോ ഷോയിൽ പോയിരുന്ന് പാടി, എത്രയോ ഷോയിൽ നിന്ന് ജഡ്ജ് ചെയ്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇഞ്ചി വഴറ്റി ഫ്രൈ ആവുന്ന സമയത്ത് അടുത്ത പ്രോസസ് സമയത്ത് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞെടുക്കും. ശർക്കര എങ്ങനെ ഡയറക്റ്റ് ഇട്ടിട്ടാണ്? ശർക്കര ഏറ്റവും ലാസ്റ്റത്തെ ശർക്കര പുളി വെള്ളത്തിൽ നിന്ന് കുതിർത്ത് വെച്ചാൽ അത് റെഡി ആയി പോകും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വെറുതെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒന്നൊന്ന് രുചിയിൽ വരുന്നത്. നിങ്ങളെ കൊണ്ടുവരാനുള്ള കാര്യം നിങ്ങളുടെ പാട്ട് കേൾക്കണം, നിങ്ങളുടെ വിശേഷങ്ങൾ അറിയണം. പണ്ട് ആദ്യത്തെ റിയാലിറ്റി ഷോ എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം പുതിയ ഒത്തിരി പേര് ഇതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ അഡ്വൈസ് വേണം. അപ്പൊ പിന്നെ സുദർശന്റെ ഫ്രണ്ടായിരുന്ന റോഷൻ നമ്മുടെ ഓണത്തിന് വന്നിട്ട് ഒരു ഓലനുണ്ടാക്കിയ ഞാൻ കണ്ടു. അപ്പൊ അത് ആ ഒരു സീസണിൽ ആണ് നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് അതല്ലേ, അവിടെ നിന്നല്ലേ തുടക്കം? അതിന് മുന്നേ ഒരു സീസൺ ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ തുടങ്ങി, ഞങ്ങളുടെ തുടക്കം. അത് കഴിഞ്ഞ് നമ്മുടെ സീലെ ജൂറി ആയിട്ട് വന്നു. സ്കൂളിലൊക്കെ പാടുമായിരുന്നു. സ്കൂളിലൊക്കെ പാടുമായിരുന്നു. ആദ്യത്തെ ചലച്ചിത്ര ഗാനം പാടിയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഏതാണ്? സംഘം എന്ന് പറയുന്ന സിനിമയിലെ ഇന്നല്ലേ പുഞ്ചവയൽ കൊയ്ത പെണ്ണിൻ താലി കെട്ട്, പൊന്നിന്റെ താലി വേണം, നല്ല കാതിലോല വേണം,
നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം, നാടുനീളെ പന്തലിടാൻ നാട്ടുകാർ കൂടെ വേണം. ഹോയ് 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 കള്ളി പെണ്ണിൻ കല്യാണത്തിന് ഞങ്ങളും 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 പോണേ. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ല ഡാർക്ക് കളർ ആകുന്നതിനും വരെ ഫ്രൈ ചെയ്യണം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് വരുന്ന ഇഞ്ചിക്കറി ആദ്യമായിട്ട് നിങ്ങൾ ഒരു TV ഷോയിൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അമ്മയെടുത്ത് എന്തായാലും 4-5 തവണ ചോദിച്ചിട്ടോ ഇത്രയും ഇത് കാണും. അപ്പൊ അമ്മ എന്തൊക്കെ ടിപ്സ് ആണ് പറഞ്ഞു തന്നത്? ഇന്നലെ അമ്മ അത് ആദ്യം ഇഞ്ചി നമ്മൾ ഫുള്ളായിട്ട് അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഈ മുളക് അരിഞ്ഞ് വെക്കണം, പിന്നെ പുളി ഇത് അപ്പോൾ അന്ന് ആ സമയമാകുമ്പോഴത്തേക്ക് ഇഞ്ചി ഒന്നും കൂടെ മൂക്കും. അങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ രാത്രി ഒന്നും കൂടെ ചോദിച്ചു. സുദർശൻ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ള, നിങ്ങൾ ഒരു റിയാലിറ്റി സംഗീത മത്സരത്തിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്ന ഒരാളാണ്. അത് കഴിഞ്ഞപ്പോൾ ജൂറിയായി. അപ്പം കുറേ വർഷങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവരെ ഗ്രൂം ചെയ്യാൻ പറ്റുന്നു, അവരുടെ പെർഫോമൻസ് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നു. വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇനി ഇതിലേപോലുള്ള മത്സരങ്ങളിലൊക്കെ വരുന്നവർക്ക് ഒരു ജനറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെന്ന നിലയിലുള്ള ഒരു എന്താണ് അപ്പോൾ പേരൻസിനോടൊപ്പം ഇപ്പം ഈവൻ പേരൻസ് പോലും ഇപ്പം ടാലൻ്റ് ഒക്കെ ഉള്ളവരെ പാടാൻ അറിയാവുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ എങ്ങനെ ഈ ഒരു മത്സരത്തിലേക്ക് ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു കൾച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ലൈഫ് അനുസരിച്ച് പാട്ട് കേൾക്കുക, ടി-വിയിൽ ഒരു പാട്ട് കേട്ടാൽ ഉടനെ തന്നെ അത് പാടാൻ ശ്രമിക്കുന്ന ഒരു അതിപ്പം ഒരുപക്ഷെ പ്രൊഫഷണലായിട്ട് ഈ സിംഗേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം കേട്ട ഉടനെ അവർ ആസ്വദിക്കുക. പക്ഷെ നമ്മൾ മിനിമം നമ്മളൊരു 25 ടൈംസ് കേൾക്കാതെ ആ പാട്ടിന്റെ ഒരു ലൈൻ പോലും പാടാൻ പാടില്ല. പിന്നെ ഞാൻ ലൈൻ ബൈ ലൈൻ കേട്ട് പെർഫെക്ഷൻ ലെവലിലേക്ക് എത്തിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ വർത്താനൊക്കെ പറയുന്നതിനിടയ്ക്ക് ഇഞ്ചി നന്നായിട്ട് ചുമന്ന് പോകുന്നു. ഇനി ഏത് ലെവൽ വരെ എത്തണം? നല്ല ഡ്രൈ ഫ്രൈ ആവണം. ഡ്രൈ ഫ്രൈ ആയതിനു ശേഷം പച്ചമുളക്, ഈ പുളിയുടെ വെള്ളം, പിന്നെ മുളക് പൊടി ഒക്കെ കൂടെ ഒന്ന് കടുക് താളിച്ച് എടുക്കണം. അത് വേറെ പാനിലാണ്? അത് വേറെ പാനിലാണ്. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പൊ ഇച്ചിരൂടെ നിങ്ങളുടെ കണക്കിന് കുറച്ചുകൂടെ ആവണം. നല്ല വാസന, കാരണം ഇഞ്ചി ഫ്രൈ ആയി വരുന്നു വെളിച്ചെണ്ണയ്ക്കകത്ത്. ഈ ഒരു പരുവ് എത്തുമ്പോൾ പോലെ ആ ചുക്കിന്റെ മണമാവും. മനസ്സിലായി? ഇഞ്ചി ഉണങ്ങുന്നതാണ് ചുക്ക്. അപ്പൊ ഇത് ഡ്രൈ ആയുന്നതനുസരിച്ച് ആ ചുക്കിന്റെ സുഗന്ധം ഇവിടെ മൊത്തം അലയടിച്ചു തുടങ്ങി. ഓക്കെ, ഇനി നമുക്കൊരു പാട്ട്. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പൊരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നമുക്ക് വേണ്ട കളറായി. അതിനിടയ്ക്ക് ഞാൻ പിള്ളച്ചനോട് ഞാൻ വേറൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. സാധാരണ നമ്മളാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ക്രിക്കറ്റേഴ്സിനൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു എന്താ പറയണ്ട, അതിനകത്ത് കാണിക്കുന്ന ഒരു സ്നേഹം, തൃപ്തി, അവർ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇപ്പം വിരാട് കോഹ്ലി, MS ധോണി, ഇന്ത്യൻ ടീമിന് ഫുള്ള് അങ്ങനെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര ഒരു ഭക്ഷണം. ഇപ്പം നല്ല ഭക്ഷണം ആർക്കുണ്ടാക്കി കൊടുത്താലും എല്ലാവർക്കും ഉറപ്പായിട്ട് കുറെ ഇപ്പം നിങ്ങൾക്കായാലും ഭക്ഷണം അതിപ്പോ അതിനകത്തൊരു വേർതിരിവില്ല. അതൊരു സാധാരണ മനുഷ്യനാവട്ടെ, ഒരു ബില്യണർ ആവട്ടെ, വിശക്കുമ്പോൾ നല്ല രുചിയുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം ഒറ്റ ഫീലാണ്. പക്ഷെ ഇവർക്ക് നമുക്ക് ആരാധിക്കുന്ന, ലോകത്തുള്ള എല്ലാവരും ആരാധിക്കുന്ന വിരാട് കോഹ്ലി, ധോണിയൊക്കെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഭയങ്കര രണ്ട് തവണ ഇന്ത്യയിൽ കളിക്കാൻ, അല്ല ട്രിവാൻഡ്രത്ത് കളിക്കാൻ വന്നപ്പോഴാണ് നമ്മൾ ചെയ്തത്. റാവിസിലായിരുന്നു. ഇന്ത്യൻ ടീം വെസ്റ്റ് ഇൻഡീസിൻ്റെ ധോണി, കോഹ്ലി, രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, എല്ലാം ഇപ്പോൾ കളിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ പ്ലെയേഴ്സിനെയും അവർക്ക് ഭക്ഷണം, നമ്മുടെ പ്രത്യേകിച്ച് മീനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഹ്ലിക്കും ധോണിക്കും ഒഴികെ. കോഹ്ലി വെജിറ്റേറിയനാണ്, ഒന്നും കഴിക്കില്ല, സീ ഫുഡ് ഒന്നും കഴിക്കില്ല. ധോണിയും സീ ഫുഡ് ഒന്നും കഴിക്കില്ല. ധോണി ചിക്കനാണ് പുള്ളിയുടെ ഇഷ്ടം. ബാക്കിയുള്ള എല്ലാവരും, KL രാഹുൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീ ഫുഡ് മാത്രം കൊടുത്താൽ പുള്ളിക്ക് ഞണ്ട്, ലോബ്സ്റ്റർ, പ്രോൺസ് ഇതൊക്കെ മാത്രമാണ് പുള്ളിയുടെ ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഋഷഭ് പന്ത് ഈ നിർവ്വാണയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചി റെഡിയായി. നേരത്തെ എന്താണ്? അപ്പൊ നമുക്ക് പച്ചമുളക് വഴറ്റണം സെപ്പറേറ്റ് ആയിട്ട്.
ശർക്കര വേണം. അപ്പം സുദർശൻ ഇവിടെ വന്നു നമ്മോടൊപ്പം ഒരു ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന അമ്മയുടെ റെസിപ്പി കാണിച്ചു തന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പോൾ ഒരുപാട് ഇതുപോലൊക്കെയുള്ള സംഗീതത്തിന് അതിലേക്ക് വരാനുള്ള അവസരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു സമ്മാനോടെ തരുന്നതാണ്. സുദർശൻ്റെ ഇഞ്ചിക്കറി എനിക്ക് ആകെ ഒരൊറ്റ പരാതിയുള്ളൂ, ഈ ടേസ്റ്റ് ചെയ്യാനായിട്ട് 2 സ്പൂൺ തീരും. കുറച്ചുകൂടെ ഉണ്ടാക്കിയാൽ നമ്മുടെ ക്രൂവിന് ഇത് കൊടുക്കാനായിട്ട് നമുക്ക് തികയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ ടേസ്റ്റും കഴിഞ്ഞാൽ അവരെല്ലാവരും ഓടി വന്ന് ഇവിടെ അറ്റാക്കാണ്. അല്ല, അതിനകത്തൊരു കാര്യമുള്ളത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കറിയല്ല, തൊട്ട് കറിയാണ്. പേടിക്കണ്ട, ഗംഭീരമാണ്. സന്തോഷം. നല്ല നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു ടെലിവിഷൻ ഷോയിൽ വന്നിട്ട് നമ്മളൊക്കെ വിചാരിക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെട്ടെന്ന് ലൈവായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പക്ഷെ അതൊക്കെ അതും ഇതാണ് ഏറ്റവും അവസാനമാണ് ഈ സദ്യയിൽ വിളമ്പിയാൽ തന്നെ ഇഞ്ചിക്കറി ഏറ്റവും അവസാനമാണ് കഴിക്കുന്നത്. ഇഞ്ചിക്കറി ആദ്യം വിളമ്പും, പക്ഷെ കഴിക്കേണ്ടത് ഏറ്റവും അവസാനം. അപ്പം വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നല്ലൊരു റെസിപ്പി കൊണ്ടുവന്നതിലും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്നൊന്ന രുചിയിൽ വന്നിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതിനും ഭയങ്കര സന്തോഷം. പോകുന്നതിന് മുമ്പ് ഒരു നല്ലൊരു സമ്മാനമാണ് നമ്മൾ വന്നത്. പ്രസ്റ്റീജിന്റെ ഒരു ഫ്ലിപ്പ് ഓൺ പ്രഷർ കുക്കറാണ്. അപ്പോൾ ഇത് കൊണ്ട് അമ്മയുടെ കൊണ്ടു കൊടുക്കണം. ഈ ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയായിട്ട് സുദർശൻ അയച്ചതുകൊണ്ട് ഇതിനകത്ത് സാമ്പാറൊക്കെ വേവിക്കണം, പരിപ്പൊക്കെ വേവിക്കാൻ അടിപൊളിയാണ്. ഒരു നല്ലൊരു സാമ്പാർ നാളെ ഉണ്ടാക്കി കൊടുക്കും. താങ്ക് യു സോ മച്ച്. നമസ്കാരം. എന്തേ പുതിയൊരു റെസിപ്പി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഭാഗത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലും കപ്പയെന്നൊക്കെ പറഞ്ഞു. പൊതുവെ അത് ബീഫിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഈ നാളത്തെ ബിരിയാണിക്ക് വേണ്ട പോത്തിൻ്റെ എല്ല് ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ട് രാത്രി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ടാകും, എല്ലും കപ്പ. അത് ശരിക്കും ബീഫും ഇറച്ചി അത് സ്ലോ കുക്ക് ചെയ്തിട്ട് വിറകടുപ്പിലൊക്കെ ഇങ്ങനെ കപ്പയുമായിട്ട് ഉണ്ടാക്കുന്നൊരു അടിപൊളി സാധനമാണ്. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ചിക്കൻ കപ്പയാണ്. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് മുറിച്ചൊന്ന് മറിനേറ്റ് ചെയ്ത് വേവിച്ച കപ്പയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അസാധ്യ രുചിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളിത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനാദ്യം വേണ്ടത് ചിക്കൻ പൊടിയായിട്ടേക്കണം. എല്ലോട് കൂടിയ ചിക്കൻ 1 കിലോ ചിക്കൻ എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഏറ്റവും വേണം. പിന്നെ ഇതിനെ മറിനേറ്റ് ചെയ്യണം. മറിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിടണം, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് വെച്ച് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. കോഴിയൊക്കെ പൊരിക്കുന്ന അതേ രീതിയിൽ മസാല തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനോടൊപ്പം തന്നെ കപ്പ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെക്കാം. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കപ്പ നന്നായിട്ട് ചെറുതായിട്ട് കഴുകി ചിക്കൻ്റെ അളവിനനുസരിച്ച് ചെറിയ കഷ്ണമായിട്ട് മുറിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെക്കാം. അപ്പോൾ ചിക്കൻ മസാലയൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ കറിയും കപ്പയും കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ പാൻ ചൂടായതിനു ശേഷം നമുക്ക് ആദ്യം വേണ്ട ഗരം മസാലയാണ്. കുറച്ച് ബേ ലീവ്സ്, സിനമൺ സ്റ്റിക്ക്, സ്റ്റാർ നൈസ്, പെരുംജീരകം, ഏലക്ക. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പു. ഈ 5 സാധനങ്ങളാണ് ഇതിൻ്റെ സ്പൈസായിട്ട്. ഹോൾ സ്പൈസസ് ഇട്ട് ചെറിയ ഉള്ളി താളിച്ച് ഈ ചിക്കൻ അങ്ങനെ കുക്ക് ചെയ്യും. അതിൻ്റെ മേലേക്ക് ചിക്കൻ കുക്കാകുമ്പോൾ ഈ കപ്പയിട്ട് ഇളക്കിയാണ് എടുക്കുക. വളരെ വേഗത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക്
ഇതങ്ങനെ ആവിയിൽ അങ്ങനെ ചിക്കൻ നമ്മുടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ചിക്കൻ നമ്മൾ ഡിസ്റ്റർബ് പോലും ചെയ്തിട്ടില്ല. ആ ഓണിയൻ്റെ മുകളിൽ ചിക്കൻ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി ഇങ്ങനെ സ്റ്റീമിൽ കുക്കായിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ പീസായതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കാവും. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് റെഡിയാവുന്നതാണ്. 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് കുക്കാവും. ചെറിയ പീസായതുകൊണ്ട് ഇളക്കി ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം വെള്ളത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഡിഷാണ്. ഇതേപോലെ തന്നെ ബീഫിലോ മട്ടനിലോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ കുക്കിംഗ് ടൈം കൂടുതലായിരിക്കും. അപ്പം മട്ടൻ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെള്ളം വേണ്ടി വരും. ഇപ്പോൾ ചിക്കൻ നമുക്ക് വെള്ളമില്ലാതെ തന്നെ വയറ്റി കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ നന്നായിട്ട് എണ്ണയിൽ കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കാവേണ്ട സമയമാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വേവിച്ച കപ്പ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. വീണ്ടും അടച്ചു വയ്ക്കുന്നു. ഒരു 5 to 7 മിനിറ്റ്സ് ആണ്. ഈ ഒരു 7 മിനിറ്റ് കൊണ്ട് ഇത് അടച്ചു വെച്ച് ചിക്കൻ്റെ ആ ഒഴിച്ച വെള്ളവും ചിക്കൻ്റെ നീരും ഇറങ്ങി നന്നായിട്ട് കുക്കായിട്ട് കപ്പയുമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കപ്പ റെഡിയായി. അങ്ങനെ നമ്മുടെ ചിക്കനും കപ്പയും സ്റ്റീമിൽ നന്നായിട്ട് വെന്ത് അതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ കുറുകി വറ്റി വരികയാണ്. ഇനി അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കപ്പയൊക്കെ വെന്ത് ആ ചിക്കൻ്റെ കൂടെ കുറച്ച് മാഷായിട്ട് വരും. ചെറിയ ചെറിയ ബൈറ്റായിട്ടും കിട്ടണം, നല്ല മാഷായിട്ടും കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ കപ്പ ഇതിനകത്ത് വരുന്നത് ഒരുപാട് ഓവർ കുക്കും ആവരുത്, എന്നാൽ ഒരു ബൈറ്റ് കിട്ടുന്ന രീതിയിലും ആവണം. മാഷും ആവണം, എന്നാൽ ബൈറ്റും കിട്ടുന്ന രീതി. എന്നാലാണ് ആ ചിക്കൻ്റെ എല്ലിൻ്റെ പീസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ഹോൾ ഗരം മസാലയുടെയും ആ മുളക് പൊടി എണ്ണയ്ക്കകത്ത് ജസ്റ്റ് മൂത്ത്. ഇതിനകത്ത് നമ്മൾ സവാള ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആ ഹോൾ ഗരം മസാലയുടെയും ചെറിയ ഉള്ളിയുടെയും ഫ്ലേവറാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം. ഈ ചിക്കനും കപ്പയും ശരിക്ക് പെരണ്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ ബാക്കി വന്ന കുറച്ച് കറിവേപ്പില ഇടാം, ലേശം കുരുമുളക് കൂടെ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമ്മുടെ എല്ലും കപ്പയും റെഡിയായി. ഹായ്, എൻ്റെ പേര് റംസീന. ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് കേസരിയാണ്. എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഐറ്റമാണ്. നമുക്ക് ആദ്യം നെയ്യ് എടുക്കുക. നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഇടാം. നമുക്കങ്ങനെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അടുത്ത മുന്തിരി ഇട്ട് കൊടുക്കാവേ. കേസരി കേസരിയൊക്കെ റെഡിയായി അല്ലേ? എന്താണ് സ്പെഷ്യൽ കേസരിയുടെ? പാൽ കേസരിയാണ്. അതെ, പാലും റവയാണ്. പാല് റവയാണ്. കളറിന് വേണ്ടി ഫ്ലവർ ചേർത്തിട്ടുള്ളത്.
റവ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പലഹാരങ്ങളുണ്ട്. പക്ഷേ ഈ കേസരി കേരളത്തിൻ്റെ അല്ല, വെളിനാട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇത് ഇതിനകത്ത് ഏറ്റവും രസം കുട്ടികളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിറം. അപ്പം കുട്ടികൾക്ക് നിറങ്ങളൊക്കെ ഉള്ളതായിരിക്കും ഏറ്റവും ഇഷ്ടം, പെട്ടെന്ന് കഴിക്കാൻ. അല്ലാതെ റവ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കഴിക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ ഈ കേസരി നല്ല അതിൻ്റെ കറക്റ്റ് അതിൻ്റെ മധുരം കൃത്യമായിട്ടുണ്ട്. ഇതാണ് ഒരു മധുരം വൈകുന്നേരം കഴിക്കുന്ന സമയത്ത്. താങ്ക് യു സോ മച്ച്. നന്നായിട്ടുണ്ട്.